ഹലോ ഗായ്സ്, സോറി കേട്ടോ. ഞാൻ മിനിഞ്ഞാന്ന് വീഡിയോ ഇടാമെന്നല്ലേ പറഞ്ഞത്, പക്ഷേ എനിക്ക് ഇടാൻ പറ്റിയില്ല. മിനിഞ്ഞാന്ന് ഫ്ലൈറ്റിന് പുൾ ഔട്ട് ചെയ്തു, ഇന്നലെയും ഫ്ലൈറ്റിൽ നിന്ന് പുൾ ഔട്ട് ചെയ്തു. ഇന്നാണ് ഞാൻ തിരിച്ച് കൊച്ചിയിലോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഹോട്ടലിൽ സ്റ്റേ തന്നു. ഈവനിങ് ഫ്ലൈറ്റിലായിരിക്കും ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഇടയിൽ ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഞാൻ എന്താ പറയുക, അധികം നീട്ടുന്നില്ല. എൻ്റെ മലയാളം കുറച്ച് പ്രോബ്ലമാണ്, ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഞാൻ പാലക്കാട് നിന്നാണ്. എനിക്ക് പാലക്കാട് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു പാലക്കാടിൻ്റെ ഒരു സ്ലാങ് വരുന്നില്ലേ, ആ ഒരു സ്ലാങ് മാത്രമേ ഉള്ളൂ. കൊച്ചിയാണോ കൊച്ചിയല്ല, കണ്ണൂരാണോ കണ്ണൂരല്ല, ട്രിവാൻഡ്രമാണോ അതുമല്ല. എല്ലാ ആൾക്കാരുമായിട്ട് മിക്സ്ഡായിട്ട് നമ്മൾ എന്താ പറയുക, ഫ്രണ്ട്സൊക്കെ ഒരുപാട് അങ്ങനത്തെ ഫ്രണ്ട്സ് ഉള്ള കാരണം കൊണ്ട് എല്ലാം കൂടി ഒരു മിക്സ്ചറാണ്. ഒന്നും അങ്ങോട്ട് മെനയായിട്ട് വരുന്നില്ല, എന്താണെന്നറിയില്ല. അപ്പം ശരി, ഞാൻ പറയാം. ഞാൻ ക്യാബിൻ ക്രൂ ആയത് 2013 കേട്ടോ. 14 ക്യാബിൻ ക്രൂ ആയിട്ട് ഞാൻ ഫ്ലൈ ചെയ്യാൻ തുടങ്ങിയത്. 13 ഞാൻ ഇൻഡിഗോ ജോയിൻ ചെയ്തു. ഞാൻ 2008 കഴിഞ്ഞിട്ടാണ് എൻ്റെ +2 കഴിഞ്ഞത്. 2008 എൻ്റെ +2 പാസ് ഔട്ടായി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്താ പറയുക, ബാങ്കിങ് സെക്ടറിലോട്ട് പോകാം. കാരണം ഞാൻ 12th കൊമേഴ്സ് വിത്ത് മാത്സ് എടുത്തത്. എനിക്ക് ഏവിയേഷനിലോട്ട് വരാനുള്ള ഒരു പ്ലാനും ഇല്ലായിരുന്നു. എനിക്ക് അറിയുക പോലും ഇല്ലായിരുന്നു എങ്ങനെയാണ് ക്യാബിൻ ക്രൂ ആവേണ്ടത്, അല്ലെങ്കിൽ ഏവിയേഷനിൽ എങ്ങനെ ജോയിൻ ചെയ്യണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ 12th ഇത് കഴിഞ്ഞതിന് ശേഷം, ബോർഡ് എക്സാമൊക്കെ കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ഫ്രാങ്ക്ഫിൻ്റെ ഒരു സെമിനാർ നടക്കുന്നുണ്ട് പാലക്കാട്, നമുക്ക് പോയിട്ട് അറ്റൻഡ് ചെയ്താലോ. ഞാൻ പറഞ്ഞു എനിക്കിത് എന്താണെന്നൊന്നും അറിയില്ല. ഓക്കെ, അവൾ പറഞ്ഞു വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഞാൻ അവളുടെ ഒപ്പം കൂടെ പോയി സെമിനാറൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൽ ഞാൻ സെലക്റ്റായി കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ 1 ഇയറിൻ്റെ ഒരു കോഴ്സാണ്, കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തായാലും ജോബ് കിട്ടും. 12th കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് ഡിഗ്രിയൊക്കെ ചെയ്യുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, 12th കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ജോലി കിട്ടും, നല്ലതല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വിചാരിച്ചു ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ 12th കഴിഞ്ഞ് 3 വർഷം ഡിഗ്രി, അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് പോലും എനിക്കറിയില്ല, ഡിഗ്രി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ശരി എന്ന് പറഞ്ഞിട്ട് ഫ്രാങ്ക്ഫിൻ ഞാനും കൂടിയും പോയി ജോയിൻ ചെയ്തു. 1 ഇയർ കോഴ്സ് കഴിഞ്ഞു. 1.5 ഓൾമോസ്റ്റ് 2 lakhs ഞാൻ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം അവർ അസിസ്റ്റൻസ് തന്നത് എനിക്ക് ഹോട്ടലിലായിരുന്നു. അവർ ഏവിയേഷനിൽ തരും എന്നൊക്കെ പറയാമെന്നല്ലാതെ ഒന്നുമില്ല, ഒരു കാര്യമില്ല കേട്ടോ. വെറുതെ നമ്മൾ ഇങ്ങനെ പല ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, അവർ ജസ്റ്റ് അസിസ്റ്റൻസ്. അതിപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനിങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് എല്ലാ എയർലൈൻസിൻ്റെ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും എവിടെയൊക്കെ ഇൻ്റർവ്യൂ എന്ന്. പിന്നെ ഇൻ്റർവ്യൂവിന് നമ്മൾ നോർമലി ഇത് ചെയ്യുന്നത് പോലെ തന്നെ, അതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം ഏതൊരു എയർലൈൻ ഹയർ ചെയ്ത് കഴിഞ്ഞാലും എന്താ പറയുക, അവരുടെ തന്നെ ഒരു ട്രെയിനിങ് നമുക്ക് തരും. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ജോലിക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ കാശ് കൊടുക്കുന്നത്? എനിക്ക് അതിനെക്കുറിച്ചിട്ട് അറിയില്ലായിരുന്നു. നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ പോയിട്ട് ജോയിൻ ചെയ്താട്ടോ. എന്നിട്ട് ഹോട്ടലിൽ തന്നു. 6 months എൻ്റെ പ്രൊബേഷനായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ തന്നെ സ്ഥിരമായിട്ട് ജോലി തരാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, ടാറ്റ, എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഏവിയേഷനിൽ ജോയിൻ ചെയ്യാം, ഞാൻ അതിൻ്റെ കോഴ്സല്ലേ ചെയ്തത്, ഞാൻ എന്തിനാണോ ഹോട്ടലിൽ നിൽക്കുന്നത്, എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് സ്കൂട്ടായി. അത് കഴിഞ്ഞിട്ട് കുറേ സ്ഥലത്ത് ഞാൻ ജോലി ചെയ്തു കേട്ടോ. 3 months, 6 months, 3 months അങ്ങനെയൊക്കെ. എവിടെ ഞാൻ സ്ഥിരമായിട്ട് നിന്നിട്ടില്ല. കാരണം എന്തോ എനിക്കിതിൽ തന്നെ വരണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ആ ഒരു സമയത്ത് അധികം എയർലൈൻസ് ഹയർ ചെയ്യലൊന്നുമില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഹയറിങ് കാര്യങ്ങളൊന്നും ഇപ്പോൾ പിന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് ഇൻ്റർവ്യൂസ് വരുന്നത്, ഇതാക്കുന്നതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ആ ഒരു സമയത്ത് അങ്ങനെ ഒന്നുമില്ലായിരുന്നു. ഭയങ്കരമായിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടാട്ടോ ഞാൻ എന്താ പറയുക ഇൻഡിഗോയിൽ ജോയിൻ ചെയ്തത്. ഭയങ്കര സ്ട്രഗിൾ ചെയ്തു. എന്നെ ഒരാളെ ഹെൽപ്പ് ചെയ്യാനോ ഒന്നുമില്ലായിരുന്നു. ഞാൻ എല്ലാം സ്വന്തമായിട്ടാണ് ഞാൻ ചെയ്തത്. അങ്ങനെ ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നില്ല ആൾക്കാർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും ആരെങ്കിലും. ഡൽഹി, ബോംബെ, ചെന്നൈ എല്ലായിടത്തും ഞാൻ പോയിട്ടുണ്ട്. എവിടെയൊക്കെ ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെ ഞാൻ പോയിട്ട് അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഒന്നും കിട്ടിയിട്ടില്ല. അവസാനം ഞാൻ വിചാരിച്ചു ശരി, കൊച്ചിൻ എയർപോർട്ടിൽ കുറേ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസീസ് ഉണ്ട്. ഞാൻ ഒരു ദിവസം വിചാരിച്ചു ചുമ്മാ അവിടെ പോയിട്ട് റെസ്യൂമെ ഇടാമെന്ന് പറഞ്ഞിട്ട് എയർപോർട്ടിൽ പോയിട്ട് ഞാൻ റെസ്യൂമെ ഡ്രോപ്പ് ചെയ്തു. അവിടുത്തെ ഏജൻസിയിലെല്ലാം കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ എനിക്ക് BWFS കൊച്ചിയിലെ എന്താ പറയുക
ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസിയായ BWFSൽ നിന്ന് എനിക്ക് കോൾ വന്നു, ഇങ്ങനെ സെലക്ട് ആയിട്ടുണ്ട്, ഇൻ്റർവ്യൂവിന് വരണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു ഓക്കെ ശരി എന്ന് പോയി. ഞാൻ അറ്റൻഡ് ചെയ്തു. അതിനുശേഷം അവർ അവിടെ നിന്ന് സെലക്റ്റായി. എന്നിട്ട് എന്നെ അവർ ഖത്തർ എയർവേസിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ് എന്നെ ഇട്ടത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ആക്ച്വലി BWFSൻ്റെ സ്റ്റാഫാണ്, ബട്ട് ഖത്തർ എയർവേസിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നു, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ ഒരു 6 to 7 months ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടാവും. എൻ്റെ ഇടയിൽ കുറേ ലീവ് എടുത്തിട്ടുണ്ട്. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ അറിഞ്ഞു ഇൻഡിഗോയുടെ ഇൻ്റർവ്യൂ അവിടെ തന്നെ വരുന്നുണ്ട്, ഫ്ലോറ ഹോട്ടലിൽ വരുന്നുണ്ടെന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു. അവൾ പറഞ്ഞു വാ നമുക്ക് പോവാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞിട്ട് ഞാനും അവളും കൂടി പോയി അറ്റൻഡ് ചെയ്തു. എനിക്ക് ജോലി കിട്ടി, അവൾക്ക് കിട്ടിയില്ല. അപ്പോൾ അവിടെ 7 rounds ഉണ്ടായിരുന്നു. അതിൽ ഒരു 4th റൗണ്ടൊക്കെ ആയ സമയത്ത് ഹൈദരാബാദിലെ എയർപോർട്ട് മാനേജറാട്ടോ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ഹൈദരാബാദായിരിക്കും ബേസ് കിട്ടുന്നത്, അവിടേക്ക് വരാൻ റെഡി ആണോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെന്താ വരാമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴാണ് ഞാൻ അറിയുന്നത് ബാക്ക്ഗ്രൗണ്ട് ന്യൂസ് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ, അത് ഇവിടെ എന്തോ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഗ്രൗണ്ട് സ്റ്റാഫിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് ക്യാബിൻ ക്രൂ ആണോ ആവേണ്ടത്, എനിക്ക് ഗ്രൗണ്ട് സ്റ്റാഫ് ആവേണ്ട. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ കുറേ പ്രാവശ്യം അപ്പം എൻ്റെ അടുത്ത് അപ്പോൾ ഒന്ന് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, എനിക്കറിയില്ല കേട്ടോ, സോറി ക്ഷമിക്കുക, ഞാൻ അത് തിരുത്തുന്നതായിരിക്കും. അവർ പറഞ്ഞു കുഴപ്പമില്ല ലിബിന അപ്പോൾ ഇവിടെ ജോയിൻ ചെയ്യുക, അതിന് ശേഷം ഒരു 1 year അല്ലെങ്കിൽ 6 months ഒക്കെ കഴിഞ്ഞതിന് ശേഷം ലിബിനയ്ക്ക് ഇൻറ്റേർണലി ക്യാബിൻ ക്രൂ ആവാം, ഇൻറ്റേർണൽ ജോബ് പോസ്റ്റിങ്സ് ഉണ്ട്, അങ്ങനെ നമുക്ക് കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ആ ഒരു സമയത്ത് നമുക്ക് ഇപ്പോൾ ഏതൊരു എയർലൈനിലും ക്യാബിൻ ക്രൂ ആയിട്ട് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ബോണ്ട് എമൗണ്ട് ഉണ്ട്. ആദ്യം എനിക്കൊരു 50 ആയിരുന്നു, അപ്പോൾ അത് 75 ആയി. എനിക്ക് തോന്നുന്നു എയർ ഇന്ത്യയിലും 75 അങ്ങനെ എന്തോ ആണ്. അങ്ങനെ ഓരോ എയർലൈൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അവരൊരു ബോണ്ട് എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് ചോദിക്കും. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു 50 അല്ലെങ്കിൽ 75,000 പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 months ഞാൻ ആ കമ്പനിയിൽ നിൽക്കുകയാണ്, റിസൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ 75 അല്ലെങ്കിൽ 50,000 പ്ലസ് അതിൻ്റെ ഡബിൾ എമൗണ്ട് നമുക്ക് 3 year കഴിഞ്ഞതും നെക്സ്റ്റ് ഡേ തന്നെ നമുക്കത് ക്രെഡിറ്റ് ആവും നമ്മുടെ അക്കൗണ്ടിൽ. അപ്പോൾ അത് എവിടെയും പോകുന്നില്ല. 3 year നമുക്ക് എവിടെയും മാറാനൊരു പ്ലാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്കത് ബെനിഫിഷ്യലാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ എവിടെയെങ്കിലും ജോലി കിട്ടിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു നഷ്ടമായിരിക്കും. അപ്പോൾ അങ്ങനെ അവരെൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഓക്കെ നോട്ട് ബാഡ്, നല്ലൊരു ഡീലാണ്, ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇൻഡിഗോയിൽ ജോയിൻ ചെയ്ത്. അങ്ങനെ ഞാൻ ഹൈദരാബാദ് പോയി. 6 months കഴിഞ്ഞതും ഞാൻ എയർപോർട്ട് മാനേജറിൻ്റെ അടുത്ത് പറഞ്ഞു സാർ എൻ്റെ 6 months കഴിഞ്ഞു, എനിക്ക് ക്യാബിൻ ക്രൂ ആവണം. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല ലിബിന അത്രയും പെട്ടെന്ന് പറ്റില്ല, നമുക്ക് ഇപ്പം തന്നെ സ്റ്റാഫില്ല, അപ്പോൾ പോകാൻ പറ്റില്ല, 1 year നിൽക്കുമെന്ന് പറഞ്ഞു. ശരി ഓക്കെ എന്തായാലും വന്ന് പെട്ടില്ലേ, ശരി 6 months ഒരു 6 months കൂടി വെയിറ്റ് ചെയ്താൽ പോലെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ 6 months കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പോയി ചോദിച്ചു. അപ്പോഴേക്കും ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് ഇൻ്റർനാഷണലിലെ കൗണ്ടേഴ്സ് ആയിരുന്നു. അപ്പോൾ കൗണ്ടേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ബോർഡിംഗ് പാസ്സൊക്കെ കളക്ട് ചെയ്യുന്ന ആ ഒരു സംഭവമില്ലേ, അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ഇൻ്റർനാഷണൽ മാത്രമായിരുന്നു ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് വിസ കാര്യങ്ങൾ ചെക്ക് ചെയ്യാനും ഡോക്യുമെൻറ്റേഷൻ അതിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാമായിരുന്നു, ഞാനായിരുന്നു അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ലിബിനയ്ക്ക് ഇതെല്ലാം അറിയാം, ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ലിബിന് നല്ലൊരു പ്രൊമോഷൻ കിട്ടും, ഇവിടെ ഗേൾസിനെ നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്യുന്നതാണ്, അപ്പോൾ നല്ലൊരു പൊസിഷനിലെത്താൻ എന്തിനാണ് വെറുതെ ക്യാബിൻ ക്രൂ ഒക്കെ ആവണ്ട, അവിടെ തന്നെ നിന്നോളാൻ അയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റില്ല സർ, എനിക്ക് പോയേ പറ്റും. എനിക്ക് മനസ്സിലായപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് മാറാൻ ഒരു വഴിയുമില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്ത് ചെയ്തു, ഇൻഡിഗോ എന്ന് പറയുന്നത് ഭയങ്കര ട്രാൻസ്പെറൻറ്റാണ്, നമുക്ക് ആരുടെ അടുത്തും എപ്പോൾ വേണമെങ്കിലും നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരാളെയും നമുക്ക് ഇവിടെ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആ സമയത്ത് ആദിത്യ ഘോഷായിരുന്നു പ്രസിഡൻ്റ് ഉണ്ടായിരുന്നത്. ഞാൻ ആദിത്യ ഘോഷിന് മെയിൽ അയച്ചു, ഞാനിങ്ങനെ ക്യാബിൻ ക്രൂ ആവാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, ഞാൻ അത് വിചാരിച്ചിട്ടാണ് ഇൻഡിഗോയിൽ ജോയിൻ ചെയ്തത്. ഫസ്റ്റ് 6 months എന്ന് പറഞ്ഞു. ഇപ്പോൾ 1 year കഴിഞ്ഞിട്ട് എൻ്റെ എയർപോർട്ട് മാനേജർ എന്നെ വിടുന്നില്ല, സാർ എങ്ങനെയെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ മെയിൽ അയച്ചു. അത് കഴിഞ്ഞ് ഒരു 1 week ഒക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കോൾ വന്നു. എന്താ പറയുക, ഇങ്ങനെ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഡൽഹിയിലോട്ട് പോയി. അവിടെ കുറേ റൗണ്ട്സ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് അവർ നമ്മുടെ ഹൈറ്റ് ആൻഡ് വെയിറ്റ് ചെക്ക് ചെയ്യും, പിന്നെ അതുപോലെ തന്നെ സ്കാർസ്, ടാറ്റു, അതായത് യൂണിഫോം ഇടുമ്പോൾ കാണുന്ന ഭാഗത്ത് ഒന്നും ടാറ്റൂസ് അതുപോലെ തന്നെ സ്കാർസ് അങ്ങനത്തെ മാർക്സ് ഒന്നും പാടില്ല. അതൊക്കെ അവർ ചെക്ക് ചെയ്യും. ഹൈറ്റ്, വെയിറ്റ്, ടീത്ത് എല്ലാം അവർ ചെക്ക് ചെയ്യും.
അത് ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് 1-on-1 റൗണ്ട് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് HR റൗണ്ട് ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം വൈസ് പ്രസിഡൻറ്റ് റൗണ്ട്, അത് കഴിഞ്ഞിട്ട് പ്രസിഡൻറ്റ് റൗണ്ട്. ഇത്രയും റൗണ്ട്സ് ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ക്ലിയർ ചെയ്തു. അങ്ങനെ ഞാൻ എന്താ പറയുക, ഹൈദരാബാദ് തന്നെ ബേസ് കിട്ടി. അവിടെ ഞാനൊരു 3 years ഫ്ലൈ ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പ്രൊമോഷനായി, ലീഡായി. പിന്നെ ഞാനങ്ങനെ കൊച്ചിയിലോട്ട് വന്നു. അപ്പോൾ ക്യാബിൻ ക്രൂ എന്ന് പറയുന്നത് ഞാൻ 12 years ആയിട്ടോ ഇപ്പോൾ ഇവിടെ ഇൻഡിഗോയിൽ നിൽക്കുന്നത്. ഒരിക്കലും ബോറടിക്കാത്ത ഒരു ജോലിയാണത്. പിന്നെ അതുപോലെ തന്നെ വർക്ക് പ്രഷർ എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ ഇല്ല. ഇന്നത്തെ എൻ്റെ ജോലി കഴിഞ്ഞു. പിന്നെ ഒരു ക്യാരി ഫോർവേഡ് അങ്ങനൊരു സംഭവമില്ല. പിന്നെ വീട്ടിൽ വന്നിട്ട് എക്സ്ട്രാ ജോലി ചെയ്യേണ്ട ഒരാവശ്യമില്ല. അവിടെ നിന്ന് കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു. വേറെ ഒന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഈ ഏവിയേഷനിൽ ഒരു ബെനിഫിറ്റ് ഉള്ളത്. ഇത്രയും വർഷം ഞാൻ ഇവിടെ തന്നെ നിന്നെങ്കിൽ ഒരു കാര്യമില്ലാതെ ഞാൻ അങ്ങനെ നിൽക്കില്ലല്ലോ. ഞാൻ എല്ലാവരുടെ അടുത്തും എൻ്റെ കസിൻസിൻ്റെ അടുത്തൊക്കെ ഞാൻ പറയും, നിങ്ങൾ എന്തുകൊണ്ട് ഏവിയേഷനിൽ ജോയിൻ ചെയ്യൂ. ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻഡസ്ട്രി ടു വർക്കാണ്. ഒരു 12th പാസ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഒരു 30 അല്ലെങ്കിൽ 33 എന്തുവാണ് ബേസിക് സാലറി. അത് നമ്മുടെ ബേസിക്, ഞാൻ ജോലി ചെയ്താലും ചെയ്തില്ലെങ്കിലും എനിക്ക് 33,000 എന്തായാലും കിട്ടും. അത് കഴിഞ്ഞിട്ട് ബാക്കി എത്ര ഫ്ലൈയിങ് അവേഴ്സ് നമ്മൾ ചെയ്യുന്നു, ഓരോ മണിക്കൂറിനാണ് നമുക്കിവിടെ കാശ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എത്രത്തോളം ഫ്ലൈ ചെയ്യുന്നു അത്രയും നമുക്ക് സാലറി കിട്ടും. പിന്നെ അതുപോലെ തന്നെ പുറത്ത് എവിടെയെങ്കിലും പോയി സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് സെപ്പറേറ്റ് അലവൻസ് കിട്ടും. ഫുൾ അലവൻസ് ആണ് ഇവിടെ. സാലറി എന്ന് പറയുന്ന ഒരു ഫിക്സ്ഡ് എമൗണ്ട് നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ എത്ര വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് നമുക്ക് സാലറി കിട്ടും. അപ്പോൾ ഒരു 18-19 year old കുട്ടിക്ക് ഇത്രയും കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതല്ലേ? വേറെ എന്ത് വേണം? പ്രഷറും ഇല്ല. അതാണ് മെയിൻ. വർക്ക് പ്രഷർ എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. പക്ഷെ പഠിക്കാനുണ്ട്. ആ 3 months നമ്മളുടെ ഒരു ട്രെയിനിങ് ഉണ്ടാവും. ആ ട്രെയിനിങ്ങിൽ ഒരുപാട് പഠിക്കാനുണ്ട്. ലൈക്ക് ഒരുപാട്. നമുക്ക് ഇത്രയൊക്കെ ഞാൻ പഠിച്ചിരുന്നെങ്കിൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ എത്തിയേനെ. അത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ട്രെയിനിങ്ങിന് പോയപ്പോഴാണ് അറിഞ്ഞത്. നമുക്ക് എമർജൻസീസ് ആയാലും എമർജൻസി കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ആ വക കാര്യങ്ങൾ. പിന്നെ ഫസ്റ്റ് എയ്ഡ്, ഓരോ എക്വിപ്മെൻറ്റ്സ്, എയർക്രാഫ്റ്റിൻ്റെ പാർട്സ് നമ്മൾക്ക് ആലോചിക്കാം. ഇപ്പം നോർമലി എല്ലാവരും പറഞ്ഞു അവരെന്താ ടീ കോഫി മാത്രമല്ല, ഒരു പെട്ടെന്നൊരു ആ ഒരു സമയത്ത് നമ്മൾ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ ഹാർട്ട് അറ്റാക്കായി വീണു. അത് നമുക്ക് അനലൈസ് ചെയ്യണം. അവർക്ക് ഹാർട്ട് അറ്റാക്ക് ആണോ വന്നിരിക്കുന്നത്, അതാണെങ്കിൽ എന്ത് ചെയ്യണം, അതിന് ഓരോ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾ അൺറൂളി ആയി, അതായത് നമ്മുടെ അടുത്ത് മിസ്ബിഹേവ് ചെയ്തു, അതിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അത് ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡാണ്. അപ്പോൾ അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് ആ ഒരു 3 months ഒരുപാട് സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളൊരു കാര്യം ആലോചിക്കണം. ഈ ഒരു 4 പെൺകുട്ടികളാണ് 180 അല്ലെങ്കിൽ 232 പാസഞ്ചേഴ്സിനെ നമ്മളെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അതൊരു നിസ്സാര കാര്യമല്ല. ഇത്രയും പേരെ നമ്മൾ ടാക്കിൾ ചെയ്യണ്ടേ. അപ്പോൾ അതൊക്കെ ഒരു നമ്മുടെ സ്വന്തം ജീവിതത്തിൽ തന്നെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ വലിച്ചു നീട്ടുന്നില്ല, ബാക്കി ഞാൻ പറയാം. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? കുറേ പേർക്ക് അറിയില്ല. കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. എൻ്റെ റിലേറ്റീവ്സ് ചോദിക്കുക എങ്ങനെയാണ് ഇതിൽ അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ക്യാബിൻ ക്രൂ ആവേണ്ടതെന്ന്. അപ്പോൾ ഓരോ എയർലൈനിൻ്റെ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കരിയർ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഒരു മെയിൽ ID ഉണ്ടാവും. അതിൽ പോയിട്ട് നമുക്ക് നമ്മുടെ റെസ്യൂമെ ഡ്രോപ്പ് ചെയ്യുക. അവർ തന്നെ നമ്മളെ വിളിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക, ഇൻസ്റ്റഗ്രാമിലെല്ലാം എയർലൈനിൻ്റെ സൈറ്റിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. അതിൽ അവർ ഇൻ്റർവ്യൂ വെന്യൂ കാര്യങ്ങളെല്ലാം പോസ്റ്റ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഡയറക്റ്റ് ഇൻ്റർവ്യൂ വോക്കിനിൽ പോയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. മെയിനായിട്ട് അവർ നോക്കുന്നത്, മോസ്റ്റ് ഓഫ് ദി എയർലൈൻ ചോദിക്കുന്നത് 155 centimeter ഫോർ ഗേൾസ്. ഒരു കാര്യം വേട്ടെ, ബോയ്സിന് അധികം ഓപ്പർച്യൂണിറ്റി ഇല്ല കേട്ടോ. ഇപ്പം ആകെ അറിയുന്നത് ബോയ്സിന് സ്പൈസും എയർ ഇന്ത്യ മാത്രമാണ്. മോസ്റ്റ് ഓഫ് ദി എയർലൈൻ ഇൻ്റർവ്യൂസ് നടക്കുന്നത് ഗേൾസിന് വേണ്ടിയിട്ടാണ്. ഗേൾസിനാണ് അവർ പ്രിഫറൻസ് കൂടുതൽ കൊടുക്കുന്നത്. ഇൻഡിഗോയിൽ ഫുൾ ഗേൾസാണ്. അപ്പം ബോയ്സിന് അധികം ഇല്ല, ചാൻസസ് ഗേൾസിനാണുള്ളത്. പിന്നെന്താ, അവർ മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത് ഹിന്ദി, ഇംഗ്ലീഷ്. ഹിന്ദി ഫ്ലുവൻ്റ് ആയിരിക്കണം. ഞാൻ നോർത്തിലായതുകൊണ്ട് തന്നെ എനിക്ക് ഹിന്ദി ഒരു പ്രോബ്ലം ആയിരുന്നില്ല. ബട്ട് വെൻ യു സേ ദാറ്റ് ഇപ്പം സൗത്തിൽ നിന്നാണ് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നാണ് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് അവർ ചോദിക്കുന്നത് ഹിന്ദി ആയിരിക്കും. അവർ ഹിന്ദി നമ്മളെ ടെസ്റ്റ് ചെയ്യും. ഒന്നല്ലെങ്കിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബൈ ഹാർട്ട് ഹിന്ദിയിൽ പഠിച്ചിട്ട് പോവുക. പക്ഷേ ആ ബൈ ഹാർട്ട് ആണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവരുത്.
പിന്നെ അല്ലെങ്കിൽ ഒരുപാട് ഹിന്ദി മൂവീസ് അങ്ങനെയൊക്കെ കാണുക. എന്നിട്ട് സംസാരിക്കാതെ ഒരിക്കലും ലാംഗ്വേജ് ഫ്ലുവൻസി കിട്ടില്ല. അപ്പം അങ്ങനെ ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുമായിരിക്കും. ഹിന്ദി ഇംഗ്ലീഷാണ് മെയിൻ. 155 സെൻറ്റിമീറ്റർ ഹൈറ്റ്, അതിനനുസരിച്ചിട്ട് വെയിറ്റ് വേണം. പിന്നെ നോ ടാറ്റൂസ് ഓൺ വിസിബിൾ പാർട്ട് ഓഫ് യുവർ ബോഡി. ഇത്രേ അവർ നോക്കുന്നുള്ളൂ, വേറൊന്നും നോക്കുന്നില്ല. ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല വെൽ ഗ്രൂംഡ് ആയിരിക്കണം. ഗ്രൂമിങ് ഭയങ്കര മസ്റ്റാണ്. കാരണം നമ്മളാണ് ബ്രാൻഡ് അംബാസിഡർ ഓഫ് ദ കമ്പനി. അപ്പോൾ നമ്മൾ അത്രയും പ്രസൻറ്റബിൾ ആയിരിക്കണം. എല്ലാവരും ഞാനിപ്പോൾ ഫ്ലൈറ്റിൽ പോകുന്ന സമയത്താണെങ്കിൽ ആൾക്കാരെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുമെന്നൊക്കെ അവർക്ക് നമ്മളെന്ന് പറയുമ്പോൾ ക്യാബിൻ ക്രൂ, എയർ ഹോസ്റ്റസ് എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേകതയാണ്, നമുക്കത് മനസ്സിലാവും. അത് കാരണം കൊണ്ട് നല്ല വെൽ ഗ്രൂംഡായിട്ട് പോവാം. ഇത്ര തന്നെയുള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ കോമൻസ് ആയിട്ട് ഇടുക. ഞാൻ അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ വീഡിയോ ഇടുന്നതായിരിക്കും. ഇനി ഞാനൊരു ലോങ് വീഡിയോ ഇടാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം കേട്ടോ. എനിക്കധികം സമയം കിട്ടുന്നില്ല. കാരണം ഈ മന്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്ലൈയിങ് ആണ്. ഭയങ്കര ഫ്ലൈയിങ് എന്ന് പറഞ്ഞാൽ പിന്നെ അതുപോലെ എൻ്റെ ട്രെയിനിങ് വരികയാണ്. അതായത് നമുക്കൊരു ലൈസൻസ് കിട്ടും. കാറ്, ബസ്, ട്രക്ക് ഒക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ലൈസൻസ് ഉണ്ടാവില്ലേ, അതേപോലെ തന്നെ ഞങ്ങൾക്കും ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൈസൻസ് ഉണ്ടാവും. അത് നമ്മുടെ DGC എക്സാമാണ്. അത് എക്സാം എഴുതി കഴിഞ്ഞ് അതിന് നമ്മൾ 90% ഇൻഡിഗോയിലും 80% ഇൻഡിഗോയിലും സ്കോർ ചെയ്യണം. അത് സ്കോർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലൈസൻസ് കിട്ടില്ല. അപ്പോൾ എൻ്റെ ആ ലൈസൻസ് ഇപ്പോൾ റിന്യൂ ചെയ്യേണ്ട സമയമായി. അതിന് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ശ്രമിക്കാം അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ഇടാൻ വേണ്ടി. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിനെക്കുറിച്ചിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ശരി ഗൈസ്, ഞാൻ ഇനി കൂടുതൽ ഉറപ്പിക്കുന്നില്ല. എല്ലാവരും ടേക്ക് കെയർ. എൻ്റെ മലയാളം ഞാൻ കുറച്ചും കൂടി ശ്രമിക്കാം കേട്ടോ. എനിക്ക് വേർഡ്സ് അങ്ങോട്ട് കിട്ടുന്നില്ല, എങ്ങനെയാണ് പറയേണ്ടത്, എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് എനിക്ക് കിട്ടുന്നില്ല. ഞാനത് ഇനിയുള്ള വീഡിയോസിൽ ഞാൻ ഒന്നുകൂടി ശ്രദ്ധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ, ക്ഷമിക്കട്ടോ. ടാറ്റാ.